ഇന്ന് നൈറ്റ് വീട്ടിൽ കുതിരിക്കുമ്പോൾ സിദ്ധാർത്ഥവും അഭിനന്ദവും അക്ഷയൊക്കെ വീട്ടിലേക്ക് വന്നു ഒരു ചായ കുടിച്ചു വരാമെന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് നേരെ വിട്ടു. പക്ഷേ ഇവന്മാർ കാണുന്ന ചായക്കടയിലൊന്നും വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഉദ്ദേശം നേരെ വയനാട്ടിലേക്ക് പിടിക്കാനായിരുന്നു. പിന്നെ എടുത്ത് ചാടാനൊന്നും പറ്റില്ലല്ലോ, എന്തായാലും വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാനും അങ്ങ് ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പമ്പ് കയറി. അങ്ങനെ പമ്പ് കയറി വണ്ടീനെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. കാരണം ചുരം കയറാനുള്ളതിനെ കൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അങ്ങനെ വണ്ടീനെ എയറൊക്കെ ചെക്ക് ചെയ്തു. എയർ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ 4 വീലും അത്യാവശ്യം എയറൊക്കെ അടിച്ചു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ തൊട്ടടുത്ത് കണ്ട തട്ടുകളിൽ വണ്ടി സൈഡാക്കി. അങ്ങനെ അവിടെ കയറി നല്ല തട്ടുദോശ അടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും അക്ഷയും അഭിയും തട്ടുദോശ കഴിച്ചു. സിദ്ധാർത്ഥിന് ബ്രെഡ് ഓംപ്ലേറ്റ് മതിയായിരുന്നു. അങ്ങനെ നല്ല ദോശയും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ തന്നെ ഓരോ ബോട്ടിക്കറിയും പൊറോട്ടയായാലും. അപ്പോൾ എല്ലാവർക്കും നല്ല മൂടുള്ളതിനെ കൊണ്ട് ആവാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ബോട്ടിക്കറി ഓർഡർ ചെയ്തു. അതും പൊറാട്ടയും ഒരു രക്ഷയില്ലായിരുന്നു. കിടിലൻ കോംബോ ആയിരുന്നു. അതും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചായ കുടിക്കുമ്പോൾ അക്ഷയ് പറഞ്ഞു ഓരോ ഉള്ളിവടയും കൂടി ആയാലോ. അങ്ങനെ എന്തായാലും ഇത്രയൊക്കെ കഴിച്ചില്ലേ, ഓരോ ഉള്ളിവടയും കൂടി കഴിക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം പതുക്കെ പുറത്തിറങ്ങി കാറെടുത്ത് യാത്ര തുടർന്നു. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10-10:30 ആയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ചുരം കയറാൻ തുടങ്ങുമ്പം തന്നെ ഒരു KSRTC ഞങ്ങളെ നേരെ ഇങ്ങ് വന്നു. അതിൻ്റെ വരവ് കണ്ടപ്പോൾ ഞങ്ങൾ എഴുതി അത് ഞങ്ങളെയും കൊണ്ടുപോയിന്ന്. പക്ഷേ മൂപ്പരല്ല, പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് കൂളയച്ച് വെട്ടിച്ചങ്ങ് പോയി.